ഒരു ജനാസയ്ക്ക് വേണ്ടി നിങ്ങൾ കൈയടിച്ച് കെട്ടുമ്പോൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, സഹോദരിമാർക്കൊക്കെ ഇതിനകത്ത് വലിയ പങ്കുണ്ട്. നിങ്ങളുടെ ആണുങ്ങളോട് നിങ്ങൾ ഉപദേശിക്കണം, ഈ പള്ളിയുടെ വിഷയത്തിൽ ആരുമായിട്ടും പിണങ്ങാനോ മിണ്ടാതിരിക്കാനോ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കുടുംബത്തിലുള്ള കാലം നിങ്ങൾ ഈ സുഹദാക്കന്മാരുടെ ആദരവ് മാനിച്ചുകൊണ്ട് ഒരു സ്ഥലത്തൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ഇടക്കളത്തിലൊക്കെ എത്രയോ ഐശ്വര്യമാണ്. ഇവിടെ ഐശ്വര്യം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ വേണ്ട രീതിയിലായിട്ടില്ല. ഇപ്പൊ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അലിയാർ സാർ ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ഈ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതേ സ്ഥാനത്ത് ഒരു കൈ നെഞ്ചേ കെട്ടുന്നവരാണെങ്കിൽ ഈ പരിപാടിയൊന്നും ഇവിടെ ഉണ്ടാവില്ല. എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ സബബുകൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ സംസാരം ഞാൻ നിർത്താൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് കുറച്ച് സലാത്ത് എന്റെ കൂടെ ചൊല്ലിത്തരണം, എന്നിട്ട് നമുക്ക് ദ്വാരക്കാം. ഞാൻ അവിടെ പ്രതിഭ ഞാൻ ഇതിലേക്ക് വന്ന് ചാടിയതല്ല, ഇതങ്ങനെ കൂടെ വന്ന് എത്തിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയാണ്, പിണക്കം 3 ദിവസത്തിൽ കൂടിയാൽ ഒരാൾ മരിച്ചാൽ സംഗതി നഷ്ടമായി, രണ്ടാൾ നരകത്തിലെ. അതുകൊണ്ട് ഈ ഭരണം എന്നുള്ളത് ഓശല്ലാതൊക്കെ പേടിച്ച് ഓടിയില്ലേ പൊന്നെ പറ. ബഗ്ദാദിന്റെ ഭരണകൂടം പറഞ്ഞത് നിങ്ങൾ ഇവിടുത്തെ അധികാരിയാക്കണം, മുഫ്തിയാകണമെന്ന് പറഞ്ഞ് സമ്മതിക്കാത്തതിന്റെ പേരിൽ ജയിലിലിട്ടു, അനുസരിക്കാത്തതിന്റെ പേരിൽ പട്ടാളം വന്ന് അടിച്ചു, ചക്രവർത്തിയുടെ മുന്നിലിട്ട്. ഉണ്ടായില്ലേ? ആരാ അടികൊണ്ടത്? ഓസ്ലാദം അടികൊണ്ടത്. നല്ല നിലയ്ക്ക് കാര്യങ്ങൾ നടത്തിയാൽ അർശിന്റെ തണലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കൈ അവിടെ അഴിയിൽ മാത്രമല്ല, കൈ അഴിയുന്നതിനോടൊപ്പം അർശിന്റെ തണലിലേക്ക് ആനയിക്കപ്പെടും. അതാണ് സബഅത്തു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി. അതുകൊണ്ട് ഞാൻ പടച്ചവനോർത്ത് പറയാണ്, നമ്മുടെ എല്ലാം ജനാസയുടെ പിന്നിൽ കൈകെട്ടേണ്ടവരാണ് നമ്മുടെ മഹല്ല് നിവാസികൾ. നമ്മൾ ആരുമായി പിണങ്ങാതെ. എന്തിനാണ് പിണങ്ങുന്നത്? ഇന്ന് പോകേണ്ടതല്ലേ? നിങ്ങൾ അങ്ങോട്ട് ഇന്ന് സലാം ജില്ലകൾ നിങ്ങൾ മണ്ടനല്ല, നിങ്ങൾ ബുദ്ധിമാനാ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ തന്നെയല്ലേ നിമിത്തങ്ങൾ തങ്ങൾ പറഞ്ഞത്. വെറുതെ ഒരു ചീത്ത പറയാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. തങ്ങളിങ്ങനെ മിണ്ടാതിരിക്കാൻ തങ്ങൾ ഒരു അക്ഷരം പറയുന്നില്ല. സഹിക്കാൻ പറ്റാണ്ടായപ്പോ സിദ്ദീഖ് അക്ബർ നമ്മൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും ആക്ഷേപിക്കുന്നത്? ആ സെക്കൻഡിൽ നിമിത്തങ്ങളൊക്കെ എഴുന്നേറ്റ് പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്റെ മോനെ ഒരാൾ ചുമ്മാ അങ്ങനെ ചീത്ത പറയുകയാണ്, ഞാൻ ഒരു അക്ഷരവും അയാളോട് മറുപടി പറയണില്ല. എന്റെ ഇയാൾ എന്തിനാണ് എന്റെ വാപ്പാടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ചീത്ത പറഞ്ഞത്? ഇത് കേട്ടോട് ഞാനും എഴുന്നേറ്റ് പോയാൽ എന്റെ മോന്റെ വേദന എത്രയുണ്ടോ? അയാൾ ഈ സമയം വരെ ചീത്ത വന്നിട്ട് വാപ്പ ഒരു അക്ഷരം വേണ്ടിയില്ല. ഞാൻ എന്തിനാ ചീത്ത പറയുന്നത് ചോദിച്ചപ്പോ വാപ്പ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് പോയി. വേദന ഉണ്ടാവോ? കരഞ്ഞോട് സിദ്ദീഖിലേക്ക് പറയാൻ ചെന്നു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് പോയത്. നിങ്ങളെ അവൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി റഹ്മത്തിന്റെ മാലാഖമാർ ദുആ ചെയ്യാൻ. എന്ത്